വേടനടക്കം ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാത്തത് എന്തുകൊണ്ടാണ്? കാര്യം സർക്കാരിന് ആ വേടന്റെ വോട്ട് ബാങ്കിൽ ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് വേടനകത്ത് തീർക്കാത്തത്. വേടനെതിരെ റേപ്പ് ആരോപണമാണ് വന്നത്. എനിക്കെതിരെ വന്ന ആരോപണം സ്റ്റേഷൻ ജാമ്യം തരാൻ കഴിയുന്നതോ അല്ലെങ്കിൽ കോടതി ജാമ്യം തരാൻ കഴിയുന്നതോ വിഷയം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കും. ഇപ്പം ഇതിലെ ആരോപണം ഉണ്ടായി, പക്ഷെ അവാർഡ് നിഷേധിക്കാൻ ഒരു കാരണമായില്ല. എതിർപ്പുകൾ സംഭവിച്ചെങ്കിലും പക്ഷെ ആരോപണം ഉണ്ടായി, അതുകൊണ്ടാണ് ശരിക്കും അവാർഡ് കൊടുത്തത്. പക്ഷെ ഇതിനു മുമ്പ് ഹോം സിനിമയെ ബന്ധപ്പെട്ട് എന്നുള്ള രീതിയിലേക്ക് ഇതേ ആരോപണ വിധേയമായിട്ടുണ്ട് എന്നുള്ള പറഞ്ഞിട്ട് ഇതിന് അവാർഡ് നിഷേധിക്കേണ്ടത് അല്ല. ഹോം സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിൽ ഇന്ദ്രൻസെന്റെ അവാർഡ് അതിൽ പ്രൊഡ്യൂസറുമായി ബന്ധപ്പെട്ടെന്നുള്ള രീതിയിലേക്ക് ഇതിൽ ഇരട്ടത്താപ്പല്ല, ശരിക്കും ഇരട്ടത്താപ്പാണ്. എന്താ അറിയോ, ഇത് നമ്മൾ ആത്മാർത്ഥമായിട്ട് അറിയണം. അതായത് കോൺഗ്രസിനും BJPക്കും CPM-നും ഒക്കെ കുറെ സാമുദായിക ബേസുകളുണ്ട്. ഈ ബേസുകളും കൂടി നോക്കിയാണ് ഇവരെല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. BJPയുടെ ബേസ് എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുത്വ ബേസാണ്. പ്രത്യേകിച്ച് സവർണ ഹിന്ദു സമൂഹം, നമ്മുടെ നാട്ടിലാണെങ്കിൽ നായർ, നമ്പൂതിരി അടക്കമുള്ള സമൂഹം, ഇപ്പം കുറച്ച് നസ്രാണി വോട്ടുകൾ, ഇതാണ് അവർ നോക്കുന്നത്. CPM-നാണെങ്കിൽ ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങളാണ്, ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾക്കാണ്. അപ്പം വേടൻ റെപ്രസെന്റ് ചെയ്യുന്നത്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കുറച്ചെടുത്ത് മുമ്പോട്ട് വരുന്നതാണ്. വേടൻ റെപ്രസെന്റ് ചെയ്യുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ദളിത് മുസ്ലിം ഇടത് എന്ന് പറയുന്ന വിശാലർത്ഥത്തിലുള്ളതാണ്. ഫസ്റ്റ് ദളിത്, 2 മുസ്ലിം, 3ാമത് ഇടത് എന്ന് പറയുന്നതാണ്. അപ്പം ആ വിഭാഗത്തെ കൂടെ നിർത്താൻ കൂടെ വേണ്ടിയിട്ടാണ് അതിൽ പറഞ്ഞു വെച്ചപ്പോൾ സജി ചെറിയാൻ ഭാഗം തെറ്റിപ്പോയത്, ഞങ്ങൾ വേടന് വരെ അവാർഡ് കൊടുത്തു.